പല വിധത്തിലുമുള്ള വർഗീയ ശക്തികൾ ഈ വിഷയത്തെ മുൻനിർത്തി മുതലെടുക്കാൻ ശ്രമിച്ചു, മതേതരത്വത്തെ തകർക്കാൻ ശ്രമിച്ചു. അതിനെയും പൊളിച്ചു, വസ്തുതകൾ പുറത്തെത്തിക്കുകയും ആ കുഞ്ഞിന്, ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം. സന്തോഷ്, തീർച്ചയായും ഈ കേസ് എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസ്, അതായത് വർഗീയ ശക്തികൾ, ഹിന്ദുത്വ ശക്തികളും അതോടൊപ്പം തന്നെ RSSും സംഘപരിവാറും ഒരു ഭാഗത്തും, അതേസമയം തന്നെ ഈ SDPI, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ മറ്റൊരു ഭാഗത്തു നിന്നുകൊണ്ട് വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ച ഒരു കേസാണിത്. സംസ്ഥാന സർക്കാരിനെതിരെയും CPIM നേതൃത്വത്തിനുമെതിരെയെല്ലാം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട കേസാണിത്. അതിൽ SDPI എന്ന CPIMനെതിരെ, നേതാക്കന്മാർക്കെതിരെ, സർക്കാരിനെതിരെ വലിയ പ്രചരണങ്ങൾ നടത്തിയ ഒരു കേസാണിത്. പ്രതിയെ സംരക്ഷിക്കാൻ, അതായത് BJPക്കാരനായ പ്രതിയെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം നടത്തി CPIMന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന P ജയരാജനെതിരെയും ശൈലജ ടീച്ചർക്കെതിരെയുമെല്ലാം വലിയ പ്രചരണങ്ങൾ നടത്തി. ഏതായാലും അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തെറ്റാണ്. നേരത്തെയും നിരവധി കേസുകളിൽ കേരളത്തിൽ LDF സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായ, കുട്ടികൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉപദ്രവിക്കുന്ന കേസുകളിൽ കർശനമായിട്ടുള്ള മുഖം നോക്കാത്ത നടപടി തന്നെയാണ് പോലീസും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അത് വീണ്ടും തെളിയിക്കുന്നതാണ് പാലത്തായി കേസിൽ ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി. അജിംഷ, ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇപ്പോൾ സന്തോഷ് സൂചിപ്പിച്ചതാണ്. ഈ ഇങ്ങനെ ഉള്ള പ്രചരണങ്ങൾക്കൊക്കെ, കുപ്രചരണങ്ങൾക്കൊക്കെ അറുതിയായി ഈ കുട്ടിക്ക് നീതി ലഭിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ന് കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങളായി നമുക്ക് നൽകാനാകുന്നത്? മരണം വരെ, ജീവപര്യന്തം. തീർച്ചയായും പ്രതി കുറ്റക്കാരനാണ് എന്ന് വിധിച്ചപ്പോൾ തന്നെ കോടതി ഏറ്റവും പ്രധാനമായും ഇതിൽ പരിഗണിച്ചത് കേസിന്റെ എല്ലാ കുറ്റങ്ങളും സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല കോടതി തന്നെ ഇതിലെ ഒരു പോക്സോ വകുപ്പ് പ്രകാരം, അതായത് സംരക്ഷനാകേണ്ട, മാതൃകയാകേണ്ട ഒരാൾ ചെയ്ത കുറ്റം എന്നുള്ള കാര്യം കൂടി കൃത്യമായും ഇതിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. നിലവിൽ ബലാത്സംഗ കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. അതോടൊപ്പം തന്നെ പോക്സോ വകുപ്പുകളിൽ 2 വകുപ്പുകളിലായി 20 വർഷം വീതം തടവ് ശിക്ഷയും 50,000 രൂപ വീതം പിഴയുമാണ് വിധിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കോടതി വിധി പറയുമ്പോൾ എടുത്തു പറഞ്ഞ കാര്യം, ഈ പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള തടവ് ശിക്ഷ ആദ്യം അനുഭവിക്കണം, അതിനുശേഷം ജീവപര്യന്തം, അതായത് ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം തടവ് ശിക്ഷ എന്ന് തന്നെയാണ് കോടതി കൃത്യമായും ഇക്കാര്യത്തിൽ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്.